കാറ്റും മുണങ്ങി ആകാശത്തൊക്കെ നോക്കി പറന്നുകൊണ്ട കാക്കനെ എണ്ണിയിരിക്കുന്ന ഒരു ദിവസം വെറുതെ ChatGPT-നോട് ആ ഐഡിയ ചോദിച്ചു. നമ്മൾ ആർട്ട് നോറ്റ് പെരൻ്റെ മുന്നിലുണ്ടാക്കി ഒരു മിനി ഗാർഡൻ്റെ ഉള്ളിൽ ചെറിയൊരു കോഴിപ്പോണ്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ആളൊരു ഐഡിയ കാണിച്ചു തന്നു. എന്നാൽ പിന്നെ അതൊന്ന് പ്രാവർത്തികമാക്കാലോ വിചാരിച്ചുകൊണ്ട് കൈക്കോട്ടും കോലും കൊമ്പ് എടുത്തുകൊണ്ട് ഞാനും ഇറങ്ങി. ഒന്നും നോക്കിയില്ല, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് നമ്മളവിടെ ചെറിയൊരു കുളം കുഴിച്ചുണ്ടാക്കാൻ തീരുമാനിച്ച്. ഒറ്റക്കാണെങ്കിലും ആവേശത്തോടെ ചെയ്യുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് വേഗത്തിൽ കൂടും. എന്തായാലും മോനെ കൂട്ടി അവിടെയുള്ള മണ്ണൊക്കെ കളച്ച് പറിച്ചെടുത്തപ്പോൾ ഒരു 1.5 അടി ആഴത്തിൽ നമുക്കൊരു കുഴി കിട്ടി. ഏതായാലും പൊന്തിക്കണ വേരും കല്ലൊക്കെ ഒന്ന് അടിച്ച് താത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഉണ്ടായിരുന്നൊരു മുട്ടിപ്പല കൊണ്ട് ഒന്ന് ഇടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കുറേ പഴയ ചാക്കുകളൊക്കെ ഒന്ന് കീറി റെഡിയാക്കിയിട്ട് ഒന്ന് അടിയിലിട്ട് കൊടുത്തു. ഇതൊക്കെ വേറെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഐഡിയക്ക് ചെയ്യാനാട്ടോ, അല്ലാതെ നമ്മളെ സ്വന്തം ഐഡിയയിൽ ഉരുത്തിരിഞ്ഞ് വന്നതല്ല. എന്തായാലും സീറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. സീറ്റ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണോ എന്നൊരു തോന്നലുണ്ട്. എന്തായാലും ധൈര്യത്തിൽ നമ്മൾ സീറ്റ് വിരിച്ചാൻ തീരുമാനിച്ചു. ചെറിയൊരു കുളമല്ലേ, വേണ്ടാന്നുണ്ടെങ്കിൽ പൊടിച്ചൊഴിവാക്കാമല്ലോ എന്ന് തീരുമാനിച്ചു. എന്തായാലും മക്കളും ഞാനും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി സീറ്റൊക്കെ വിരിച്ചത് ആവശ്യത്തിന് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സൈഡൊക്കെ ചൊറുക്ക് കൂട്ടി കല്ലൊക്കെ വെച്ചുകൊണ്ട് അതിൽ വെള്ളം തിറക്കാൻ തന്നെ തീരുമാനിച്ച്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിങ്ങനെ ചെയ്യാനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റുകൾ ചിലപ്പം 10 കട കയറി ഇറങ്ങിയാലും ചിലപ്പം കിട്ടുള്ളൂ. എന്നാലും വേണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റുകൾ വാങ്ങിയിട്ട് വിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഇടയ്ക്കൊന്നും ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരില്ല. എന്നിരുന്നാൽ പോലും വിരിക്കുമ്പോൾ അത് ഗ്യാപ്പൊന്നുമില്ലാതെ എയർ ഗ്യാപ്പൊന്നുമില്ലാതെ നല്ല ഫില്ല് ചെയ്തിട്ട് വിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏതായാലും ഷീറ്റൊക്കെ വിരിച്ച് അതിൽ വെള്ളം നിറച്ച് ഓക്കെ ലീക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സൈഡിൽ കുറച്ച് പൊട്ടക്കല്ലൊക്കെ വെച്ച് കൊടുത്ത് അതൊന്ന് സിമെൻറ്റ് ഇടാൻ തീരുമാനിച്ചു. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ സ്പ്രേ പെയിൻറ്റ് അടിച്ചുകൊണ്ട് കുളത്തിൻ്റെ ചോർക്കമ്മളോട് കൂട്ടിക്കൊടുത്തു. എന്നിട്ട് വെള്ളം ഒന്നും കൂടി മാറ്റി അടിച്ചപ്പോൾ മാഷാ അല്ലാ എന്തൊരു ഭംഗിയെ കാണാനല്ലോ. ഇതിലിങ്ങനെ കോഴിക്കാർപ്പ് ഇങ്ങനെ പറന്ന് നടക്കണത് കണ്ടു കഴിഞ്ഞാൽ അത് മതിയിൽ നമുക്ക് റിലാക്സ് ആവാൻ. എന്തായാലും വേണ്ടില്ല, ഒരാഴ്ച നമ്മൾ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു. ആ വെള്ളവും കുളമൊക്കെ ഒന്ന് പൊരുത്തപ്പെടണമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മീനിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. മീൻ നമ്മൾ ഓൺലൈനിലാണ് ഓർഡർ ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് വരണം. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വന്ന മീൻ ഇതാ രാത്രി നമ്മൾ എന്ത് ചെയ്യാണ്, കുളത്തിൽ വിക്ഷേപിക്കുകയാണ്. എന്തായാലും വലിയ ഒരു 4 കോഴിക്കാർപ്പും ചെറിയ ഒരു 5 കോഴിക്കാർപ്പും കൂടി നമുക്കൊരു 700 റുപ്യക്ക് സാധനം കിട്ടി. എന്തായാലും ഒരു മീൻ ആൾ ഫ്രീ ആയിട്ടും തന്നിട്ടുണ്ട്. ആ മീൻ തന്ന ആളുടെ നമ്പറും ID നമ്മൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ കൊടുക്കട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതിൻ്റെ കൂടെ പകലിൽ അതിൻ്റെ ഭംഗി എത്ര ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ, ഏറ്റവും അവസാനത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.